എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ വെബ് പരമ്പരയുടെ 1742 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തുന്ന ഡോക്ടർ TN ശ്രീധരക്കുറുപ്പാണ്. സാറിന്റെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വരം. നന്ദി. ശ്രീധരക്കുറുപ്പ് സാറ് നമുക്ക് ഒട്ടനവധി ക്ലാസ്സുകൾ ഇതിനകം എടുത്തു കഴിഞ്ഞു. സാറ് MSc ഹോമിയോപ്പതി MD, അത് കഴിഞ്ഞ് MSc യോഗ, MSc സൈക്കോളജി, ഈ ക്വാളിഫിക്കേഷൻ എല്ലാം ഉള്ള ഡോക്ടറാണ്. കൂടാതെ സാറ് അസിസ്റ്റന്റ് ഡയറക്ടർ കൗൺസിൽ ഫോർ റിസർച്ചിങ് ഹോമിയോപ്പതി കോട്ടയം, അവിടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത വ്യക്തി കൂടിയാണ്. സാറ് വളരെ അധികം ക്ലാസ്സുകൾ നമുക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും സൂം പ്ലാറ്റ്ഫോമിൽ ഓരോ ക്ലാസ്സിന്റെയും അഭിപ്രായങ്ങൾ പറയുവാനും ഒക്കെ നമ്മോടൊപ്പം എപ്പോഴും എത്താറുണ്ട്. ഇന്ന് സാർ എടുക്കുന്ന വിഷയം കുറുപ്പ് സാറിനോടൊപ്പം എന്നുള്ളതാണ്. എങ്കിൽ പോലും ത്വക്ക് രോഗ ചികിത്സയിൽ സാറിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനാണ് സാറിന് എത്തിയിട്ടുള്ളത്. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി വളരെ ആദരപൂർവ്വം സാറിനെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറെ, തുടങ്ങാം. താങ്ക് യു വെരി മച്ച്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ആദ്യമായിട്ട് എനിക്ക് അവസരം തന്ന IFPHനും അതുപോലെ എൻ്റെ ഗുരുനാഥന്മാർക്കും പ്രത്യേകിച്ചും ക്രിസ്ത്യൻ എക്സാമുകൾ കാണുവാനും എൻ്റെ ആദരങ്ങളോടുകൂടി ഞാൻ ഈ ക്ലാസ് തുടങ്ങട്ടെ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്, ഞാൻ ഈ അടുത്ത കാലത്ത് ചികിത്സിച്ചതായിട്ട് അത് ചിലതൊക്കെ ഞാനൊരു പുസ്തകം ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മൈ എക്സ്പീരിയൻസ് വിത്ത് ഹോമിയോപ്പതി എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ചിലതൊക്കെ കൊടുത്തിട്ടുണ്ട്, ചിലതൊന്നും അതിൻ്റെ അകത്ത് ഇല്ലാത്തതാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം സാധാരണ നമുക്ക് കിട്ടുന്ന ഒരുപാട് കേസുകൾ നമുക്ക് വരുന്നത് കൂടുതലും പനി. അത് പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ പനി വന്നാൽ സ്പീഡ് കൂടുതലോ വല്ലതും ഉണ്ടോ? കേൾക്കാമോ? ഇല്ല, കേൾക്കാം. ഒരു ശകല ഇരുട്ട് പോലെ ഉണ്ട്, കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതെ, ഇവിടെ ഒരു ലൈറ്റിന്റെ ഞാൻ നോക്കട്ടെ. ഒരു ലൈറ്റിന്റെ ഇപ്പൊ കാണാം. ഇപ്പൊ കുറച്ചുകൂടെ കാണാം. സാർ താടിയൊക്കെ വളർത്തിയിരിക്കുന്നത് താടി വളർത്തുന്നല്ല, തന്നെ വളരുന്ന. അത് ശരി, പോട്ടെ. അതെ, എനിക്കൊരു അലർജി പോലെയുണ്ട്, അതുകൊണ്ട് ഷേവ് ചെയ്തില്ല എന്നുള്ളത്. പിന്നെ പോട്ടെ. പിന്നെ മൊത്തത്തിൽ എന്തോ അതുകൊണ്ട് ഒരു ക്ഷീണം പോലെയൊക്കെ തോന്നുന്നു. ഈയിടെ ഒരു സുഖമില്ലാതിരിക്കാൻ, നാട്ടിലൊക്കെ പോയിട്ട് സുഖമില്ലാതിരിക്കാൻ. പിന്നെ പിന്നെ പനി, ഹോമിയോപ്പതിക്കാരെ സംബന്ധിച്ചിടത്തോളം പനി ചികിത്സിക്കാൻ പലർക്കും അറിയാം. എങ്കിലും ഭൂരിപക്ഷം ആൾക്കാർക്കും പനി വന്നു കഴിഞ്ഞാൽ പേടിയാണ്. ഉടനെ തന്നെ നമുക്ക് ചികിത്സിക്കണമെന്ന് തോന്നിയാലും നമ്മുടെ വീട്ടിലുള്ളവർ സമ്മതിക്കുക. കൊച്ചിന് 104 105 ഇനി ഇത് വല്ലതും വന്നാലോ, ഈ കൺവെൻഷൻ വല്ലതും വന്നാലോ എന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് ചിലപ്പോൾ ഓടിയെന്നിരിക്കും. ചിലപ്പോൾ കൺവെൻഷനും ആയെന്നും ഇരിക്കും. പക്ഷേ പനി കൂടിയാൽ അത് പനി ഒരു സിംറ്റം മാത്രമാണ്, വേറെ പലതും ആയിരിക്കും അസുഖം. അതിൻ്റെ ഒരു സിംറ്റം മാത്രമാണ്. എന്നാലും ആൾക്കാർക്ക് ഇത് കണ്ടു നിൽക്കാൻ പ്രയാസമാണ്. അന്നേരം പനിയെ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം എന്ന് ഏതാനും ചില കേസുകൾ ഞാൻ ഇത് പറഞ്ഞിട്ട് അടുത്ത ഒരു 3-4 കേസുകൾ എനിക്ക് അടുത്ത കാലത്ത് കിട്ടിയതാണ് ഞാൻ ഇത് പറയുന്നത്. കൂടുതൽ കേസസ് ഞാനൊരു 55 കേസുകൾ എൻ്റെ മൈ എക്സ്പീരിയൻസ് വിത്ത് ഹോമിയോപ്പതി എന്നുള്ള ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ അകത്ത് വേണ്ടവർ പറഞ്ഞാൽ എൻ്റെ ഫോൺ നമ്പർ അറിയാമെങ്കിൽ വിളിച്ച് പൈസയും കൂടെ അയച്ചു തന്നാൽ അയച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ
ഇത് ആദ്യത്തെ കേസ്. ഒരു 3 വയസ്സ് കാണും. 103 ഡിഗ്രി ഫാരൻഹീറ്റ്. അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ആൻസൈറ്റി. പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് കൊച്ചു വേറെ ആരുടെയും കയ്യിലോട്ട് പോയത്. അമ്മ 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 എന്ന് പറഞ്ഞ് കരയുക. അമ്മ വാണ്ടഡ് എന്ന് പറയും. ഇംഗ്ലീഷെ കൊച്ചു കൂടുതൽ സംസാരിക്കുള്ളൂ. എന്നാലും അമ്മ വാണ്ടഡ് എന്ന് മാത്രം പറഞ്ഞ് ഈ 3 വയസ്സുള്ള കൊച്ചു കരഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട 103 ഡിഗ്രി ഹൈ ടെമ്പറേച്ചർ. പേടിയുണ്ട്, ആൻസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, ഒരു ആൻസൈറ്റിയുടെ മലയാളം എന്നാണ് ഡോക്ടർ ഷൈല? ഉത്കണ്ഠ. ഉത്കണ്ഠ. പിന്നെ അതിന്റെ ബിഹേവിയർ സിംറ്റംസ് ആണ് എപ്പോഴും എടുത്തോണ്ടിരിക്കണം, താഴെ നീക്കിയല്ല. അമ്മയെ തന്നെ അമ്മ വേണം എന്നും പറഞ്ഞിട്ട് അമ്മ വാണ്ടഡ് എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഈ ഉത്കണ്ഠ കൂടുതലും, അതുപോലെ തന്നെ റെസ്റ്റ്ലെസ്സുമാണ്. ഒരുപോലെ തന്നെ ഇരിക്കുകയില്ല. അമ്മയുടെ കയ്യിൽ തന്നെ ഞെളിഞ്ഞു പിരിയുക, ഇടയ്ക്ക് കിടക്കണമെന്ന് പറയും, കിടന്നു കഴിയുമ്പോൾ ഇരിക്കണമെന്ന് പറയും, ഇരുന്ന് കഴിയുമ്പം താഴെ നിർത്തണമെന്ന് പറയും. ഇങ്ങനെയുള്ള ചേഞ്ചസാണ് കാണുന്നത്. അമ്മ മാത്രം സമാധാനിപ്പിച്ചാൽ വേറെ ആരുടെയും കയ്യിൽ വല്യമ്മയുണ്ട്, അച്ഛനുണ്ട്, വേറെ ഉള്ളവരൊക്കെ ഉണ്ട്, അവരുടെ വേറെ നോക്കാൻ ഒരാളെ പ്രത്യേകമുണ്ട്. അവരൊന്നും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൈമാറാൻ സമ്മതിക്കില്ല. തണുത്ത വെള്ളമാണ് കൂടുതൽ ഇഷ്ടം. കുറച്ചേ കുടിക്കത്തുള്ളൂ. എന്നാൽ പുതയ്ക്കത്തില്ല. പുതപ്പെല്ലാവരും ദൂരെ കളയും. തണുപ്പല്ലോ എന്ന് വിചാരിച്ച് പുതപ്പെടുത്ത് തട്ടി ദൂരെ കളയും. പിന്നെ ശാരീരികമായിട്ടുള്ള പറഞ്ഞ നോക്കിയാൽ കൈകൊണ്ട് പിടിച്ചു നോക്കിയാൽ നല്ല ചൂടാണ്. ഈ പനിയുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതെല്ലാം ഉണ്ടെങ്കിലും, ആൻസൈറ്റി ഉണ്ടെങ്കിലും ഭയങ്കര എനർജറ്റിക്കാണ്. നടക്കുകയും അങ്ങോട്ടും പോവുകയും ഇങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്യും. ഇതിനിടയ്ക്ക് ലാബറട്ടറി ഇൻവെസ്റ്റിഗേഷൻ്റെ ഹീമോഗ്ലോബിന് 9.1 gram %. വൈറ്റ് ബ്ലഡ് സെൽസ് 2700, ന്യൂട്രോഫിൽ 72%. പക്ഷെ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ ഓഡിറ്ററി റെപ്പർട്ടറൈസേഷൻ ഒക്കെ നോക്കിയപ്പോൾ വന്നത് പൾസാറ്റിലാണ്. പൾസാറ്റില 0.3. ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു 5 തരി ഇട്ടിട്ട് ശരിക്കും സ്റ്റിർ ചെയ്തിട്ട് ഓരോ മണിക്കൂർ ഇടയിട്ട്, ആദ്യം അരമണിക്കൂർ ഇടയിട്ടാണ് കൊടുക്കും പനി കുറയുന്നിടം വരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ നല്ലോണം കഴിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ രക്ഷിതാക്കളോട് പറഞ്ഞു, പനി കുറവ് കാണുകയാണെങ്കിൽ ഇന്റർവെല്ല് കൂട്ടണം എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ എന്നുള്ള 1 മണിക്കൂറാകും, 1 മണിക്കൂർ 2 ആകാം, 2 എന്നുള്ളത് 3 4 ഒക്കെ ആക്കാം. തീർത്തും മാറിക്കഴിയുമ്പോൾ നിർത്തിയേക്കുക. കേൾക്കാമല്ലോ അല്ലേ? അപ്രത്യക്ഷമായ കൊണ്ട് എനിക്ക് തോന്നിയതാ കേൾക്കുന്നില്ല. അന്നേരം നെക്സ്റ്റ് ഡേ, ആദ്യത്തെ ദിവസമാണിത്. രണ്ടാമത്തെ ദിവസം കൊച്ചു കുറച്ചുകൂടെ കളിക്കാൻ തുടങ്ങി, ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങി, പനി വിട്ടു. ബ്ലഡ് റിപ്പോർട്ട് ഹീമോഗ്ലോബിൻ 9.7 ആയി കൂടി, WBC 1800 ന്യൂട്രോഫിൽസ് 62%. പേഷ്യൻറ്റ് കണ്ടിന്യൂഡ്. ഇത് പ്ലാസിബോ തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കുറച്ച് ഈ ഡിസ്കറ്റ്സാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പം കുഞ്ഞ് കളിക്കാനും ചിരിക്കാനും പനി വിട്ടു. ആൻസൈറ്റിയൊക്കെ കുറഞ്ഞു. ബ്ലഡ് റിപ്പോർട്ട് 11.4 gram ആയി ഹീമോഗ്ലോബിൻ.
WBC 8500 ന്യൂട്രോഫിൽസ് 56%. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ സമയം കൊണ്ട് പനി വിടാനും ആ ആൻസൈറ്റി എല്ലാം തീർത്ത് മാറി, ഫിയറും ഒക്കെ പേടിയൊക്കെ അങ്ങ് മാറി. ബ്ലഡ് റിപ്പോർട്ടിൽ ഹീമോഗ്ലോബിൻ നോർമലായി, വൈറ്റ് ബ്ലഡ് സെൽസ് കൗണ്ട് എല്ലാം ശരിയായി, ന്യൂട്രോഫിൽസും ശരിയായി. അങ്ങനെ ഒരു നല്ല റിക്കവറി ആയി. ഇനി അവസാനമുള്ള ചോദ്യം അത് ഇടയ്ക്ക് ചോദിക്കുന്നു, എങ്ങനെയാ ഓരോ കേസിലും ഉള്ളത് തീർത്തു പോകുന്നു, അത് അവസാനമാണ്. പിന്നെ ഇതിനോടൊക്കെ ഒപ്പം നമുക്ക് ചികിത്സിക്കാൻ വേറെ പല കേസുകളും കിട്ടിയിട്ടുണ്ട്. അത് പനിക്ക് ഞാൻ വേറെ സാധാരണ ഞാൻ ചികിത്സിക്കാറുള്ള പനിക്ക് പലരോടും ചോദിക്കുമ്പോൾ ചിലർ മദർ ടിഞ്ചറൊക്കെ ബാപ്റ്റീഷ്യ കൊടുത്തവരുണ്ട്, പിന്നെ ഈ ഇതൊക്കെ കൊടുക്കുന്നവരുണ്ട്. എൻ്റെ ക്ലാസ്സിൽ പഠിച്ച പലരുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. അവരുടെയൊക്കെ ഞാൻ മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്നാണെന്ന്. ചില കോമ്പിനേഷൻസ് മേടിച്ചിട്ട് അതും കൊടുക്കാറുണ്ട്. പക്ഷെ അതിനുള്ള ഒരു കുഴപ്പം എന്നാണെന്ന് വെച്ചാൽ, ഏത് മരുന്ന് കൊണ്ടാണ് നമ്മുടെ ഈ പനി കുറഞ്ഞെന്നുള്ളത് ആർക്കും മനസ്സിലാക്കിയില്ല. ഒരു കോൺഫിഡൻസ് ലെവലിൽ നമ്മൾ തെറ്റിപ്പോവും. അതിനകത്ത് നമ്മൾ ഈ സിംഗിൾ റെമഡി ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം നമുക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഒരു മിയാസ്മാറ്റിക്കോ അല്ലെങ്കിൽ ഒരു നോസോടൊക്കെ വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പല മരുന്നുകളും മിക്സ് ചെയ്തോ അതിൻ്റെ പല ബ്രാൻഡഡ് നെയിമിൽ വരുന്ന പല, ഞാൻ ഈയിടെ ഒരാളോട് വിളിച്ചു വെച്ചാൽ അതിൻ്റെ കണ്ടന്റ് ഒക്കെ എന്നാണ്. ഒരാൾ പറഞ്ഞു ഫെർബോക്സ് ഉണ്ട്, കാലിമൂറുണ്ട്, ചൈനയുണ്ട്, മെല്ലോണ ഉണ്ട്. ഇതിൽ ഏത് മരുന്ന് ആക്ട് ചെയ്തെന്നൊന്നും നമുക്ക് പറയാം. ചിലപ്പോൾ പനി കുറഞ്ഞതിരിക്കും. പനി ഈ പറഞ്ഞ മാതിരി ചിലപ്പം കൂടുതൽ വന്നാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല ഇതിലോട്ട് പോകാം. അപ്പം ഏതൊരു ഇത് വന്നാലും, ടൈഫോയിഡ് വന്നാലും, ഡെങ്കു വന്നാലും, വേറെ എന്തെങ്കിലും മറ്റെങ്കിലും അസുഖങ്ങൾ വന്നാലും ഇതിനെല്ലാം പനിയാണ്. പക്ഷെ നമ്മുടെ ഹോമിയോപ്പതി മരുന്ന് ചികിത്സിച്ചാലുള്ള ഗുണം, ഒരു ടൈഫോയിഡ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ടൈഫോയിഡ് ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതിനുശേഷം മാത്രമേ നമുക്ക് അലോപ്പതിക് വേറെയുള്ള സിസ്റ്റത്തിൽ അതിനുള്ള ടൈഫോയിഡിനുള്ള പ്രത്യേക മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഹോമിയോപ്പതി മരുന്ന് കൊടുക്കുമ്പോൾ നമുക്ക് സിംറ്റമാറ്റിക് ആയിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് അനുസരിച്ച് കൊടുത്താൽ ടൈഫോയിഡ് ആണോ, ന്യൂമോണിയ ആണോ, ഇതാണോ, ഡെങ്കു ആണോ, മലേറിയ ആണോ എന്നൊന്നും നമ്മൾ അറിയണം. എന്നാലും അറിയുന്നതിന് മുമ്പ്, അത് ഫുൾ ഫ്ലെഡ്ജ് ആകുന്നതിന് മുമ്പ് നമുക്കതിനെ കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേറ്റഡ് മരുന്ന് കൊടുത്താൽ തീർച്ചയായിട്ടും കുറവാക്കാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള എന്നാണ് ഞാൻ പറയുന്നത്. പലർക്കും ഇവിടെ ഇരിക്കുന്നവർക്ക് അനുഭവം കാണും. പക്ഷേ സാധാരണ രീതിയിൽ ഇപ്പം ഹസ്ബൻഡ് ഹോമിയോപ്പതി ഡോക്ടറാണെങ്കിൽ വൈഫ് പറയും, നിങ്ങളുടെ ഹോമിയോപ്പതി കൊണ്ട് വെച്ച് കൊച്ചു എന്തെങ്കിലും പറ്റെങ്കിൽ നിങ്ങളെ ഉത്തരവാദിത്വം കൊണ്ട് പേടിച്ചിട്ട് ഓടും. അതുപോലെ വൈഫാണെങ്കിൽ അതുപോലെ മറിച്ചും തിരിച്ചു. ചിലപ്പോൾ വീട്ടിലുള്ളവരായിരിക്കും സമ്മതിക്കാത്തത്. കൊച്ചിനെ കൊണ്ട് അടുത്ത പീഡിയാട്രീഷ്യൻ്റെ അടുത്തോട്ട് ഓടും. എന്നാലും അവർ പറയാ എന്താണേലും ഇങ്ങ് വരണം, പിന്നെ ഇത് ഉടസിങ്ങപ്പോഴേ ഇങ്ങ് പോന്നാൽ പോരെ, പരീക്ഷണത്തിന് നിൽക്കേണ്ട കാര്യമുണ്ടോ. പക്ഷേ നമ്മൾക്ക് ഒരു കോൺഫിഡൻസോട് കൂടി കൊടുക്കാൻ പറ്റും മറ്റുള്ളവരെക്കാട്ടിലും ഉപരിയായിട്ട്. പക്ഷേ അതിനൊരു ലക്ഷ്മണരേഖയുണ്ട്. 1 അല്ല 2 ദിവസം നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ വെച്ചോണ്ടിരിക്കരുത്. എനിക്ക് അങ്ങനെ റെഫർ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. ഒന്നും തന്നെ അധികം റെഫർ ചെയ്തതായിട്ട് വന്നിട്ടില്ല. വളരെ റെയറായിട്ട് വന്നിട്ടേ ഉള്ളൂ. അല്ലാത്തതെല്ലാം ഞാൻ തന്നെ മാനേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് സാധാരണ ഞാൻ കൊടുക്കാറുള്ളത് ഈ നമ്മൾ ഇൻഡിക്കേറ്റഡ് മരുന്ന് റെസ്റ്റോക്സോ ബ്രയോണിയായോ അക്കണൈറ്റോ ഒക്കെ കൊടുത്തിട്ട് ഇതൊന്നും ഇൻഡിക്കേറ്റഡായിട്ട് കൊടുത്തിട്ട് കുറയാതെ വന്നാൽ ഞാൻ കൊടുക്കുന്ന ഒരു മെഡിസിൻ പൈറോജിനമാണ്. പൈറോജിനും 200 1 10 ഒക്കെ കൊടുക്കും. പലപ്പോഴും നമുക്കത് നല്ല ഗുണങ്ങൾ കിട്ടാറുണ്ട്.
ഇന്റർകറൻ്റായിട്ട് കൊടുക്കുന്ന ഒരു മരുന്ന്. ഇപ്പം ചുമയൊക്കെ ആൾക്കുണ്ടെങ്കിൽ ഞാൻ ട്യൂബർക്കുലിനാണ് ഇന്റർകറൻ്റായിട്ട് കൊടുക്കുന്ന മെഡിസിൻ. ഇങ്ങനെയൊക്കെ നമ്മൾ ഇന്റർകറൻ്റായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടി കാണാറുണ്ട്. ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതേ. പിന്നെ കേൾക്കാമോ? മനസ്സിലാകുന്നുണ്ടോ? അതോ മനസ്സിലാവുന്നുണ്ട് സാറേ. ഇത് വല്ലതും കൂടുതലുണ്ടോ? സ്പീഡ് കൂടുതലില്ല. കൂടെ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചു. പിന്നെ ഈ അടുത്ത കാലത്ത് ട്രീറ്റ് ചെയ്ത പിന്നെ സമയം നമ്മളൊരു അവസാനം ഒരു 15 മിനിറ്റ് കുറച്ച് കേസുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം 15 മിനിറ്റ് നമ്മൾ ഡിസ്കഷന് വെക്കുകയാണ്. വേറെയുള്ളവരുടെ അനുഭവങ്ങൾ എല്ലാവരും ഓർത്ത് കണ്ടുവച്ചേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ഞാൻ പൈറോജനം കൊടുത്ത ഒരുപാട് കേസുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇതുപോലെ പല മെഡിസിനും ബാപ്റ്റീഷ്യയും പിന്നെ ബെൽഡോണായും ഒക്കെ റെസ്റ്റോക്സും ഒക്കെ കൊടുത്തിട്ട് കുറയാതെ വന്ന പല കേസിലും ഈ പൈറോജനം വളരെയധികം യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ഒരു കേസ് ഒരു 27 വയസ്സുള്ള ഒരു ഫീമെയിലിനെ കൊണ്ടുവന്നു. പല സ്ഥലത്തും കാണിച്ചു, അലോപ്പതിയും ചില ഹോമിയോപ്പതിക്കാരും ഒക്കെ ചികിത്സിച്ചു. അത് ഡയഗ്നോസ് ചെയ്തത് ബ്രൈറ്റ് ഡിസീസ് എന്നാണ്. ആൽബുമിനും കാസ്റ്റും ഒക്കെ യൂറിൻ നോക്കിയപ്പോൾ ആൽബുമിൻ കാസ്റ്റ് ഉണ്ട്. കയ്യലും കാലിലും ഒക്കെ വളരെ ഈ നീരുണ്ടായിരുന്നു, തലവേദന, മൂക്കിൽ കൂടെ കുറേശ്ശെ രക്തം വരുന്നുണ്ടായിരുന്നു, വൊമിറ്റിങ്, ഇതൊക്കെയാണ്. പലരും പല മരുന്നുകളും പ്രിസ്ക്രൈബ് ചെയ്തു, പക്ഷേ ഒരു ഗുണവും കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പം ഒരു ചെറിയ ആബ്സസ് ഉണ്ടായിരുന്നു ശരീരത്ത്. അതിനുശേഷമാണ് ഇതെല്ലാം വന്നത്. അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഈ സെപ്റ്റിസീമിയയ്ക്ക് പൈറോജനം ഒരു എൻ്റെ മെഡിസിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൈറോജനം മണ്ണം ഇതിൻ്റെ അകത്ത് ഇത് വെള്ളത്തിൽ മണ്ണം ഇട്ടിട്ട് സ്റ്റെർ ചെയ്തിട്ട് കൊടുത്തു. സ്റ്റെർ ചെയ്തിട്ട് കൊടുത്തപ്പം അത് പതിയെ പതിയെ കുറഞ്ഞു. ഏകദേശം ഒരു 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് അവരുടെ പനി കുറഞ്ഞു. പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് 1-2 പ്രാവശ്യം കൊണ്ട് അതിൻ്റെ ഹയർ പൊട്ടൻസി 10 കൊടുത്തു. 10 കൊടുത്തപ്പം ഇതെല്ലാം ഈ ആൽബുമിനും കാസ്റ്റും ഒക്കെ മുറിലെ പോയി. 2-3 മാസം കൊണ്ട് കംപ്ലീറ്റ് അബ്സല്യൂട്ട്ലി ക്യൂറായി. പിന്നെ അടുത്തൊരു കേസ് 5 വർഷം പ്രായമുള്ള ഒരു കേസ്. അത് ഒരു കുഞ്ഞാണ്. രാത്രിയിൽ 2 മണിക്ക് ഒഴിച്ചിലും ഛർദിയും ഡയറിയൊക്കെ ആയിട്ടാണ്. കൈയും കാലും ഒക്കെ തണുത്തിരുന്നു. തലയില് സ്വെറ്റിങ് കൊണ്ട് നനഞ്ഞായിരുന്നു. കൈയും നാക്ക് ഭയങ്കരമായിട്ട് യെല്ലോ കോട്ടിങ് ഉണ്ടായിരുന്നു. ഭയങ്കര ക്ഷീണം, ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത, രണ്ടുമുണ്ട്. ഫിസിക്കൽ ആൻഡ് മെന്റൽ ഉണ്ട്. പൾസ് കൂടുതലാണ്, 140. ടെമ്പറേച്ചർ 99 ഡിഗ്രി ഉണ്ട്. ചെറിയ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ഇൻ സ്മോളർ ബ്ലോട്ട്. ഞാൻ അമ്മ പുറകെ കൊണ്ടാണ്ടൊക്കെ ഒരു ബോട്ടിലിൻ്റെ അകത്ത് അത് ഒരു 2 സ്പൂൺ 3 സ്പൂണിൽ കൂടുതൽ അത് കഴിക്കത്തില്ല. ഭയങ്കര ഒഫൻസീവ് സ്മെല്ലാണ് ശരീരത്തിൽ നിന്ന്. നാക്കേല് നല്ല കോട്ടിങ് ഉണ്ട്.
ഈ ദാഹം ഉണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൊടുത്താലും ഉടനെ തന്നെ ഛർദ്ദിക്കും. ഇതെല്ലാം കൂടെ വെച്ച് കൊടുത്തിട്ട് കൊടുത്ത മെഡിസിൻ ആർസനിക് കാർബൺ. പക്ഷെ ഒരു വ്യത്യാസം കണ്ടില്ല. 0/3 തന്നെയാണ് കൊടുത്തത്. പക്ഷെ കുഞ്ഞ് ഒന്നിനൊന്നിന് ക്ഷീണിച്ച് വരുന്നത്. ഹൈഡ്രോജനും ഈ പറഞ്ഞ കൂട്ട് ഒരു 200 ഒരു ഡോസ് വെള്ളത്തിൽ കലക്കി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആർസനിക് കാർബൺ കൊടുത്തപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു. ഇതാണ് ഒരു രണ്ടാമത്തെ കേസ്. പിന്നെ മൂന്നാമത്തെ ഒരു കേസ്, ഒരു വളരെ പ്രായം ചെന്ന ഒരു സ്ത്രീ. അവർക്ക് പനി, കുളിര് ഇതെല്ലാം കൂടെ വന്നു. ഇതൊന്നും പല കുളിര്, പനി, ഈ ലിംബ് നോഡെല്ലാം കട്ടത്തിനും കടലയ്ക്കൊക്കെ ലിംബ് നോഡ് എൻലാർജ്മെന്റ് ആയിരുന്നു. പക്ഷേ പല ഇൻഡിക്കേറ്റഡ് മരുന്നുകൾ കൊടുത്തിട്ടും കുറയാവുന്നുണ്ട്. അന്നേരം ഈ പൈറോജിനം 200 വെള്ളത്തിൽ കലക്കി റിപ്പീറ്റഡ് ആയിട്ടുള്ള അരമണിക്കൂർ ഇട്ടപ്പോൾ അവരുടെ പനി കുറഞ്ഞു. പതിയെ ഇൻഡിക്കേറ്റഡ് മരുന്ന് കൊണ്ട് ബാക്കി സിംറ്റംസ് എല്ലാം ഡിസപ്പിയർ ആയി. ഇവിടെ എടുത്തു പറയേണ്ടത് പിന്നെ പലപ്പോഴും ഫീമെയിൽ കംപ്ലൈൻസ് ഈ യൂറോപ്പോറിയൻ ഫീവർ വരാം. സാധാരണ ഈ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് വരുമ്പോഴാണ്, ഒരു സെപ്റ്റിസീമിയ ആകുകയാണെങ്കിൽ ആ സമയത്ത് കൊടുക്കാവുന്ന ഒന്നാമത്തെ ഒരു മരുന്നാണ് നമ്മുടെ പൈറോജിനം. ഇത് ഡോക്ടർ ബോഗർ പലർത്തും എഴുതിയിട്ടുണ്ട്. അതിവിടെ ഞാൻ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഇനി കേസ് നമ്പർ 4. ഒരാൾ വളരെ ക്ഷീണിതനായിട്ട് വന്നു. ഒരു ലേഡിയാണ്. അവർക്ക് ഈ പ്രസവം കഴിഞ്ഞാൽ നോക്കിയ സ്കാൻഡി പെയിൽ ഒഫൻസീവ് സ്മെല്ലാണ്. പനി കണ്ടമാനം, പുറപ്പോറിയൽ ഫീവറാണ്. 105-106 ഡിഗ്രി ടെമ്പറേച്ചർ, 120 to 140 വരെ പൾസ് റേറ്റ് വന്നു. പല മരുന്ന് കൊടുത്തു, മെഡോണ കൊടുത്തു, അതുപോലെ തന്നെ ബാപ്റ്റിഷ്യ കൊടുത്തു. പക്ഷെ വലിയ ഗുണമൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഷിവറിങ്, തണുപ്പ്. അന്നേരം കൊടുത്ത മരുന്ന് ഈ കേസ് വെച്ചിട്ട് ഈ ഇതിന്റെ ഫീവർ വെച്ച് ഡോക്കിയായുടെ ഇതെല്ലാം സ്മെല്ലും ഒക്കെ കൂടെ വെച്ചിട്ട് പൈറോജിനും 200 കഴിഞ്ഞപ്പം അവരുടെ കൂടി നിന്ന ടെമ്പറേച്ചർ 102 നിന്ന് 101 പക്ഷേ നേരത്തെ ഡോക്കിയ വേറെ പല മരുന്നും കൊടുത്തപ്പം റീഅപ്പിയർ ആയത് വീണ്ടും തിരിച്ചു വന്നു. അതാണ് അടുത്ത കേസ്. ഇങ്ങനെ പല കേസുകളുണ്ട്. അതിനോട്ടൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇപ്പൊ തന്നെ പകുതി സമയമായി. ഇനി വേറെ 1-2 കേസുകളൂടെ എടുക്കാം. അതുകൊണ്ട് പനി നമ്മൾ ഇൻഡിക്കേറ്റഡ് മരുന്ന് കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പം ആക്ട് ചെയ്യാതെ വന്നാൽ വല്ല ഇൻഫെക്ഷ്യസ് ഡിസീസ് വല്ലതും ആണെങ്കിൽ, സെപ്റ്റിസീമിയ ആണ് ഉണ്ടെങ്കിൽ നമ്മുടെ പൈറോജിനം കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ക്യൂർ കിട്ടിയിട്ടുണ്ട്. അതാണ് പറഞ്ഞു വന്നത്. ഇനി അടുത്തത് ഒരു കേസ്, ഇതും ഞാൻ എൻ്റെ ഇതിൻ്റെ ബുക്കിൽ എഴുതിയിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് ഒരു കേസ് പലപ്പോഴും പല കംപ്ലൈൻറ്റും ഉണ്ട്. അതിൻ്റെ അകത്ത് മെട്രേജിയ ഉണ്ട്. വേഗം മെൻസസ് വരും, ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിംഗ് ആണ്. അത് ബ്ലീഡിംഗ് ആയിക്കഴിഞ്ഞാൽ പല ദിവസം 32 വയസ്സുള്ള ലേഡിയാണ്.
ഡിസ്റ്റർബ്ഡ് സ്ലീപ്പാണ്. പിന്നെ മെൻസസ് വളരെ കൂടുതലാണ്, ഡാർക്ക് ആൻഡ് ഒഫൻസീവ് ആണ്, വളരെയധികം ഒഫൻസീവ് സ്മെല്ലാണ്. മെൻസസ് ടൈമിന്റെ പ്രൊലാപ്സ് ഓഫ് യൂട്രസ് ഉണ്ട്, നെർവസ്നെസ്, മലബന്ധം. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ അവര് ഇടയ്ക്കിടയ്ക്കൊക്കെ ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് ത്രിഫല എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു പൊടി ആയുർവേദത്തിൽ കിട്ടും. അത് കഴിക്കുമ്പം ത്രിഫല കഴിക്കുമ്പം മാത്രമേ വൈക്കിന്ന് പോകുള്ളൂ, അത് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും പോവുക. പിന്നെ കക്കൂസിൽ പോയിരുന്നാൽ വീണ്ടും വീണ്ടും പോണമെന്നുള്ള തോന്നലുണ്ട്, അതായത് മൂടിച്ചുടിച്ചിട്ട്. പിന്നെ ഇറിറ്റബിൾ, ഭയങ്കരമായിട്ട് ഇറിറ്റബിലിറ്റി ഉണ്ട്. ഈ പറഞ്ഞോട്ട് വളരെയധികം ഈ ആൻഷ്യസ് ആണ്. ആത്മഹത്യാ പ്രവണതയുണ്ട്. എന്തെങ്കിലും മാനസികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടെങ്കിൽ അവരുടെ എല്ലാ അസുഖങ്ങളും കൂടും. റെസ്റ്റ് എടുക്ക്, കണ്ണടച്ച് ഉമ്മ കടന്നു കഴിഞ്ഞാൽ വളരെയധികം സുഖം. പിന്നെ അവർക്കൊരു മെയിൻ സിംറ്റം, പല മെഡിസിൻസുകളും കൊടുത്തെങ്കിലും അവരുടെ പ്രധാനം, അതുകൊണ്ട് വലിയ കുറവൊന്നും കിട്ടിയില്ല, കുറയും പിന്നെയും വരും. പക്ഷെ പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റിന് ഒരെണ്ണം ഡ്രീംസ് ഓഫ് എലിഫൻസ് ചേസിങ്, ആനയിട്ട് ഓടിക്കുക. അപ്പം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ഈ ആനയ്ക്ക് നമ്മുടെ ഡ്രീംസ് വെച്ചിട്ട് നോക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പലപ്പോഴും നമ്മുടെ ഹോമിയോപ്പതി മരുന്നിന് വേറെ സിംറ്റംസ് കിട്ടാതെ വരുമ്പോൾ ഡ്രീംസ് നമുക്ക് എടുക്കാം. അത് ഡോക്ടർ, ഡൽഹിയിലുള്ള ഡോക്ടർ ദിവാലേച്ചന്ദ് പറഞ്ഞു തന്ന ഒരു പോയിന്റാണ്. വേറെ ഒന്നും കൂടുതൽ നമുക്ക് കിട്ടാതെ വന്നാൽ, കിട്ടിയാലും ആക്ട് ആയില്ലെങ്കിൽ നമുക്ക് ഡ്രീംസ് വെച്ചിട്ട് മെഡിസിൻ കൺഫേം ചെയ്യാം. അങ്ങനെ ഇപ്പം എലിഫന്റ്, ഡ്രീംസ് ഫോർ എലിഫൻസ് എന്ന് നമുക്കൊരു റൂബ്രിക്ക് കൊടുത്തിട്ടില്ല. ഞാൻ പട്ടേൽ സാറിനെ വിളിച്ചു ചോദിച്ചു, അന്നേരം കൊണ്ട് പറഞ്ഞു ബിഗ് എലിഫൻസ് ആൻഡ് ബിഗ് ആനിമൽസ്, വൈൽഡ് ആനിമൽസ് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ബിഗ് ആനിമൽസ് നോക്കി അപ്പം കിട്ടിയത് നക്സോമിക്ക. നക്സോമിക്ക വെച്ച് 0/3 ഡിവൈഡഡ് ഡോസ് കൊടുത്തു. ദിവസം 4 പ്രാവശ്യം, കുറഞ്ഞു കഴിയുമ്പോൾ നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ ഞാനിത് പറയാനുള്ള പ്രധാന കാരണം, ബാക്കിയുള്ള ലക്ഷണമൊക്കെ നക്സോമിക്കായുടെ ഉണ്ടെങ്കിലും ഇവിടെ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ ഈ ഡ്രീംസ് വെച്ചിട്ടാണ്. അന്നേരം നമ്മൾ ഈ ഡ്രീംസ് ഒക്കെ ചിലപ്പം ചില കേസുകളിൽ നമുക്ക് ഡ്രയർ അൺകോമൺ പെക്യൂലിയർ സിംറ്റം എടുത്ത് കൊടുത്താൽ കുറയുമെന്ന് ഹനുമാൻ നമുക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പാരഗ്രാഫും അതൊന്നും ഞാൻ ഓർക്കുന്നില്ല, ഏത് ഓർഗണോണിലൂടെയാണ്. അങ്ങനെ നമുക്ക് രോഗങ്ങൾ കുറയ്ക്കാം എന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിളാണ് ഇപ്പം തന്നത്. അന്നേരം അത് ആദ്യത്തെ 16 ദിവസം കഴിഞ്ഞപ്പം പിന്നെ പേഷ്യൻ്റ് വന്നപ്പം ആ സ്വപ്നങ്ങളെല്ലാം കുറഞ്ഞു, ഇറിറ്റബിലിറ്റി ആങ്കർ കുറഞ്ഞു, ആ ടെനസ്മസ് ഒക്കെ കുറഞ്ഞു, മോഷനൊക്കെ കുറേശ്ശെ പാസ് ആകുന്നുണ്ട്. പിന്നെ 1 മാസം കഴിഞ്ഞ് വന്നപ്പോൾ ആ വല്ലം നൂറ്റാണ്ടിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ഞാൻ എലഫൻസിനെ കണ്ടായി. പക്ഷെ പുറകേട്ട് ഓടിക്കുന്നൊന്നുമില്ല. ചില മെൻസ്ട്രൽ പ്രോബ്ലംസ് ഒക്കെ പഴയതുപോലെ കുറേശ്ശെ ഉണ്ട്, പക്ഷെ വളരെയധികം ബെറ്റർ ഉണ്ട്. പക്ഷേ തീർത്ത് മാറാത്തതിന് 1 മാസമായിട്ടും കാണാൻ കുറയാത്തതിനാൽ പിന്നെ നക്സോമിക്ക 0/6 പറഞ്ഞതുപോലെ തന്നെ കൊടുത്തു. ദിവസം 2 പ്രാവശ്യം വീതം ഡിവൈഡഡ് ഡോസ്, വാട്ടർ ഡോസാണ് കൊടുത്തത്. പിന്നെ പ്ലാസിബോ ഒരു 1 മന്ത് കൂടെ കൊടുത്തു വെച്ചു. പിന്നെ ഫോളോ അപ്പ് ആഫ്റ്റർ 1 മന്ത് കഴിഞ്ഞപ്പം ഈ മെൻസ്ട്രൽ കംപ്ലൈന്റ് എല്ലാം കുറഞ്ഞു, എലിഫൻസിനെ ട്രീറ്റ്സ് ഇല്ലാതായി, നോ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമില്ല. പ്ലാസിബോ പിന്നെ TDS അനദർ മന്ത്. പക്ഷെ അത് കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാ അസുഖങ്ങളും തീർത്തും മാറിയതായിട്ട് പറഞ്ഞു. ഇതിൻ്റെ ഔട്ട്കം, ഇതിൻ്റെ ലാസ്റ്റ്, ഇതിൻ്റെ ഒബ്സർവേഷൻ, ഈ ഡ്രീംസ് കംപ്ലീറ്റ് മാറി.
വളരെ വളരെ റെയറായിട്ട് എങ്ങാനും കണ്ടതായി. പക്ഷെ ഈ ഓടിക്കുന്നതും കുത്തിക്കൊല്ലാൻ വരുന്നതൊന്നും കാണുന്നില്ല. മെട്രേജിയ ഒക്കെ പറഞ്ഞു. ഇറിറ്റബിലിറ്റി പറഞ്ഞു. കോൺസ്റ്റിപ്പേഷൻ ഒന്നുമില്ല. മെന്റൽ ഫിസിക്കൽ സിംറ്റംസ്, എമോഷണൽ സിംറ്റംസ് എല്ലാം ഡിസപ്പിയർ ആയി. ഇതിവിടെ പ്രത്യേകം പറയാനുള്ള കാര്യം, ഇത് ഈ ഡ്രീംസ് എന്നുള്ളത് വെച്ചിട്ടാണ് എടുത്തത്. ചിലപ്പോൾ അങ്ങനെയും കിട്ടാം. അങ്ങനെ ഡ്രീംസ് വെച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏതാനും ചില മെഡിസിൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പറയാം. മെൻസസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണെങ്കിൽ ഇഗ്നേഷ്യ ആണ്. ഇഗ്നേഷ്യ അല്ല, സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇത് എപ്പോഴും വീണ്ടും വീണ്ടും ഒരേ സ്വപ്നം കാണുകയാണെങ്കിൽ ഇഗ്നേഷ്യ, അത് കൂടുതലും മെന്റൽ ടെൻഷനൊക്കെ ഉള്ളവരിലാണ് അത് സാധാരണ കാണാറ്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിതൊക്കെ കൂടുതലും പറയുന്നത്. അത് വെറും പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മാത്രമല്ല. ഡെഡ് ബോഡീസിനെയാണ് കാണുന്നതെങ്കിൽ അനാക്കാർഡിയം ചെൽറോണിയും വരാം. ട്യൂണറുകൾ ചെയ്യുന്നതായിട്ടാണ്, കത്തിക്കുന്നതായിട്ടാണ് കാണുന്നത് ചെൽറോണിയം. ആൾക്കാരെയാണ് കാണുന്നതെങ്കിൽ ഒരുപാട് മെഡിസിൻ ഉണ്ട്. ആഴ്സനിക് ഉണ്ട്, നാട്രോപോസ് ഉണ്ട്, പൂജ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. ഡെത്ത് ആണെങ്കിൽ ആഴ്സനിക്കും ലാക്ടസിസും ആണ്. ഡ്രിങ്കിങ് വാട്ടർ ആണെങ്കിൽ മെഡോറിനുമാണ്. വോളിംഗ് ഹൈ പ്ലേസസ് ആണ്. നെക്സ് മോസ്കിറ്റ് ആണ്. ഡ്രീംസ് കണ്ടാൽ ഫൈറ്റ് ആണ്. നേട്രൽ സർപ്പം, റണങ്കുലസ് ബൾബോസാണ്. ഫയറോ ബ്ലഡ് ഒക്കെ ആണെങ്കിൽ കാണുകയാണെങ്കിൽ അനാക്കാർഡിയം, ഫോസ്ഫറസ്, റെസ്റ്റോസ്, സൾഫർ, സൈലീഷ്യ. എന്നിട്ട് പറയാം സാർ, അനാക്കാർഡിയം, അനാക്കാർഡിയം, ഫോസ്ഫറസ്, റൂട്ട, റെസ്റ്റോക്സ്, സൈലീഷ്യ ആൻഡ് സൾഫർ. ചിലത് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടും ഇരിക്കുമ്പോൾ നമുക്ക് സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റാൽ നമുക്ക് അന്നേരം പറയാൻ പറ്റും എന്നാ സ്വപ്നം കണ്ട. പകല് കാണുന്നോട്ട് കാണും. കണ്ണടച്ചു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ സ്ക്രീനെ കാണുന്ന മാതിരി സിനിമ കാണുന്നോട്ട് കാണും. കണ്ണടച്ച ഉടനെ കാണും. പക്ഷേ അത് കണ്ണ് തുറന്നാൽ അത് നമുക്ക് ഓർത്തിരിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് പ്രത്യേകിച്ചും ഡയബറ്റീസോടുള്ള ആൾക്കാരിലാണെങ്കിൽ മങ്കാനം. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള ഇത് കിട്ടും. ഫ്ലൈയിങ്, ഇങ്ങനെ ആകാശത്തൂടെ പറന്നു നടക്കുന്നതായിട്ട്. ഏപ്പിസ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട മരുന്ന്. ഹൊറിബിളാണ് അഡോണിസ് ആണ്. ജേർണിയാണ് കാർഡി നൈട്രിക് ആണ്. ഇച്ചിരി സ്പീഡായി പോകുന്നു സാറേ. കുറച്ചേക്കാം. ഹൊറിബിൾ ആണെങ്കിൽ അഡോണിസ്. മെൻസസ് ഡ്യൂറിങ്ങിൽ കാണുകയാണെങ്കിൽ നസ് മോസ്കറ്റായ, അത് നേരത്തെ ഒന്ന് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഫൈറ്റ് ചെയ്യുന്നതാണെങ്കിൽ വാറൽസം, ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിനേഷ്യ. ഫസ്റ്റ് സ്ലീപ്പിനാണെങ്കിൽ പിന്നെ സ്പീഡ് കൂടുതലല്ലേ, സൈലീഷ്യ. എന്താ കേട്ടില്ല സാറേ? ഫസ്റ്റ് സ്ലീപ്പിൽ ഏതെങ്കിലും സ്വപ്നം കിടന്ന ഉടനെ അങ്ങോട്ട് കാണാൻ തുടങ്ങിയ സൈലീഷ്യ. പിന്നെ എല്ലാവരും കാണുന്ന വേറൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ് സ്നേക്സ്, പാമ്പിനെ കാണുക. ആർജനൈറ്റിക് ഉണ്ട്, ലാക്കനീനുണ്ട്, ലാക്കസിസ് ഉണ്ട്. വേറെ പല മരുന്നുകൾക്കും ഉണ്ടെങ്കിലും പ്രധാനം ഇതിനൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കുറവ് കണ്ടില്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ഡോസ് ട്യൂബർക്കുളിനും കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. കള്ളം വരുന്നെന്നൊക്കെ കാണുകയാണെങ്കിൽ അലൂമിന, നേട്രമോർ,
കാനിക്കുല. ഇതൊക്കെയാണ് ഡ്രീംസിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത്. ഇതുകൊണ്ട് നമുക്ക് പല കേസുകളും കുറയ്ക്കാൻ പറ്റും. ഈ ഡ്രീംസ് റെയർ അൺകോമൺ പെക്കൂലിയർ ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കേസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഒരു കേസ് പറയുന്നത് എ കേസ് ഓഫ് കാട്രാക്ട്. ഞാൻ കഴിയുന്നതും കാട്രാക്ട് നേരത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ കാട്രാക്ട് അങ്ങനെ എടുക്കാറില്ല. കാരണം അത് ഒരു സർജിക്കൽ കേസായിട്ടാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. പക്ഷെ ചിലരൊക്കെ വന്നിട്ട് പറയും, എൻ്റെ ഡോക്ടറെ എനിക്ക് കണ്ണിന് ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് പേടിയാണ്, സാറൊന്ന് നോക്കിക്കേ, എന്നേലും ഉണ്ടോ ഒന്ന്, എന്നേലും കാണാതിരിക്കല്ലോ, ഒന്ന് നോക്കാൻ പറയും. അങ്ങനെ വന്ന ചില കേസുകളിൽ എനിക്ക് റിസൾട്ട് കിട്ടിയ പിന്നെ ഇപ്പം തീർത്തും മാറിയില്ലെങ്കിലും നമുക്ക് ഫർദർ പ്രോഗ്രസ് തടയാൻ നമ്മുടെ മെഡിസിൻ ഇൻഡിക്കേറ്റഡ് മരുന്നുകൊണ്ട് പറ്റും. ഇതെൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത്. ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇപ്പം സർജറി ചെയ്യുക, ലെൻസ് മാറ്റി വെക്കുക. ഇത് 65 വയസ്സുള്ള ഒരാളാണ്, 2 കണ്ണിനുണ്ട്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് കുറേശ്ശെ പുള്ളിക്ക് കാണാമെന്നാലും ഐ ഡോക്ടറുടെ അടുത്ത് നിന്ന് നോക്കിയപ്പോഴാണ് പറഞ്ഞത് കാട്രാക്ട് 2 കണ്ണിനും ഉണ്ട്. ഒരു കണ്ണിലെ നല്ലോണം എന്തായി, മറ്റേ കണ്ണിലെ ആയി വരുന്നേ ഉള്ളൂ, ശരിക്കും ഓപ്പറേഷൻ ചെയ്യേണ്ട ആ കണ്ടീഷനിലോട്ടാകുന്നേ ഉള്ളൂ. ഒഫ്താൽമോളജിസ്റ്റ് പറഞ്ഞു കണ്ണ് 2നും ഓപ്പറേഷൻ ചെയ്യണ്ട. പേടി കൊണ്ടാണ് നമ്മുടെ അടുത്ത് വന്നത്. ആയുർവേദിക് മരുന്നുകൾ പലതും ഒഴിച്ചു നോക്കി, അകത്തോട്ടും മരുന്ന് ഒഴിച്ചു, ഒരു കുറവുമില്ല. എന്നാലും സിംറ്റംസ് എന്തൊക്കെയാണ് സിംറ്റംസ്? കാണാൻ പാടില്ല, വായിക്കാൻ പാടില്ല, ദൂരെയുള്ളതൊന്നും കാണാൻ മേല. പിന്നെ പുള്ളിക്ക് ഭയങ്കര ദുഃഖം, അതുകൊണ്ട് വായിക്കാൻ മേല, ദൂരെയുള്ളതൊന്നും കാണാൻ മേല. ഇപ്പം വണ്ടിയിലൊക്കെ എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ ബോർഡ് വായിക്കാൻ മേല, ഭയങ്കര കുളിരാണ്. അതുപോലെ ഭയങ്കര ശബ്ദം കൂടുതൽ കേൾക്കാൻ മേല, ലൈറ്റ് കൂടുതൽ കാണാൻ മേല. പുള്ളി എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അടച്ച് മുറിക്കകത്ത് കയറിങ്ങനെ ഇരിക്കും. പുള്ളി വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാനൊന്നും പുള്ളിക്ക് വലിയ താല്പര്യമില്ല. ഹെയർ കോളിംഗ് ഉണ്ട്, തലയിൽ ഡാൻഡ്രഫ് ഉണ്ട്, റെസ്റ്റ്ലെസ്നെസ്. നമ്മള് കുറച്ച് റെസ്റ്റ്ലെസ്നുണ്ട് പുള്ളിക്ക്. കുറച്ചു നേരം നടന്നാലൊരു സുഖമാണ്. ഭയങ്കര സെക്ച്വൽ ഡിസയർ 3+. 2 ഐലിഡും കുറച്ച് സ്വെല്ലിംഗ് ഉണ്ട്, പക്ഷേ ഇതെല്ലാം സ്റ്റൈസ് അല്ല. വളരെ ഇന്റലിജന്റ് ആണ്. ഇതിനോട് വളരെയധികം ഡാർക്ക്നെസ് പേടിയാണെങ്കിലും പുള്ളിക്ക് ഒറ്റയ്ക്കിരിക്കാനും കഥകടച്ച മുറിയിലിരിക്കാനുമായിട്ടാണ് ഇഷ്ടം. മരിച്ചു പോവോന്നുള്ള പേടി ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ട്, പക്ഷെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. ഇതൊക്കെയാണ് എല്ലാ ടോട്ടാലിറ്റി എല്ലാം കൂടെ വെച്ചോണ്ട് കൊടുത്ത മെഡിസിന്. ഫോസ്ഫറസ് 0/3 വെള്ളത്തിലൊഴിച്ച് ഡിവൈഡ് ചെയ്തിട്ട് 3 hours ഓരോ ദിവസം അങ്ങനെ ഒരു ദിവസം കൊടുത്തു. പിന്നെ പ്ലാസിബോയാണ് രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും. 15 ദിവസം കഴിഞ്ഞ് പേഷ്യൻ്റ് വന്നു, ഒരു ശകലം ഇംപ്രൂവ്മെൻ്റ് ഒക്കെ വന്നു. പക്ഷേ മരുന്നൊന്നും മാറ്റിയില്ല. സിനറേറിയ മറട്ടിമ ഐ ഡ്രോപ്സ് ആൽക്കഹോൾ ഫ്രീ ഒഴിക്കാൻ പറഞ്ഞു. ഒരു 2-3 മണിക്കൂറൊക്കെ ഒഴിച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ട് കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവില്ലയോ, ഒരു സൈക്കോളജിക്കൽ എഫക്റ്റൂടെ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ പലരും പറഞ്ഞത് അത് ഒഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടെന്നാണ് എന്നോട് കൊടുത്ത എത്രയും പേരും പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇൻഡിക്കേറ്റഡ് മരുന്നാണ് കൂടുതലും വർക്ക് ചെയ്തെന്നാണ്. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ചിലതൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് കാലിന് വേദന, മുട്ടിന് വേദന ഒക്കെ ഉണ്ടെങ്കിൽ അയക്ക്
ചില എണ്ണ എന്തെങ്കിലും വരട്ടെ, എണ്ണ എന്തെങ്കിലും ആയാൽ മതി. പക്ഷെ കാമ്പോറക്സ് അതുപോലെയുള്ള മരുന്നുകൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഹനുമാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൊടുക്കരുതെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും വേറെ പലയിടത്തും ഹനുമാൻ ലാസ്റ്റ് പാരഗ്രാഫുകളിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഒരു എന്നാ പറയുന്നത് സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ട്. നമ്മൾ സൈക്കോളജിക്കൽ എഫക്റ്റ് എന്ന് പറയുന്നത് സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല, ഇല്ല. സൈക്കോളജിക്കൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം, ഒരു വിശ്വസ്തത. എന്തെങ്കിലും വേദന വരുമ്പം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഒരാൾക്ക് ഒരു പുറത്തിന് വേദനയാണ്, കാലിന് വേദനയാണ്, അല്ല നമ്മൾ ചുമ്മാ ഒന്നിങ്ങനെ ഒന്ന് തരും. നിങ്ങൾക്ക് തന്നെ വേദന വരുമ്പോൾ എവിടെ കൈക്കോ കാലിനോ ഒക്കെ ഇങ്ങനെ ഒന്ന് തരുമ്പോൾ ഇങ്ങനെ കാണാവോ? കാണാം. ഇങ്ങനെ കയ്യ കാല് മുട്ടൊക്കെ ഒന്ന് തിരുമ്മി നോക്കി, സുഖമാണ്. വേറൊരാൾ ചെയ്താൽ ഒന്നുകൂടെ സുഖമാണ്. അത് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട ഒരാൾ ചെയ്യുകയാണെങ്കിൽ അതിനും സുഖമാണ്. മനസ്സിലായോ? അത് സൈക്കോളജിക്കൽ എഫക്റ്റാണ്. അങ്ങനെ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പൊട്ടാസ്യം ലെവൽ കൂടുകയും, അത് ശരീരം തന്നെ ചെയ്തോളും. ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുകയും പൊട്ടാസ്യം ലെവൽ കൂടുകയും ചെയ്യും. അത് കൺസ്ട്രക്റ്റീവാണ്. ഞാൻ ഇതിനു മുമ്പും പല ക്ലാസ്സിലും പറഞ്ഞു. നെഗറ്റീവ് ചിന്താഗതി വരികയാണെങ്കിൽ അത് ഹോർമോൺസ് ഒന്നും ആദ്യം വർക്ക് ചെയ്യില്ല. ഇത് വരും സോഡിയം പ്രൊഡക്ഷൻ, അത് ഡിസ്ട്രക്റ്റീവാണ്. എന്താണ് അതിൻ്റെ അകത്തെ കാര്യം? പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോൾ വലിയ കുറവൊന്നും കണ്ടില്ല, അങ്ങനെ ആശ്വാസമൊക്കെ തോന്നുന്നതേ ഉള്ളൂ. അതുകൊണ്ട് 0/6 വെള്ളത്തിൽ കലക്കിയിട്ട് TDS ഓരോ സ്പൂൺ വെള്ളം. പിന്നെ നമ്മുടെ പ്ലാസിബോ തന്നെ കണ്ടിന്യൂസ് 1 മന്ത് കൊടുത്ത്, പിന്നെ അത് കഴിഞ്ഞ് 1 മന്ത് വന്ന് കഴിഞ്ഞപ്പം കുറച്ച് വിഷനൊക്കെ കുറേശ്ശെ ഒരു പാട പോലെ എന്തെങ്കിലുമൊക്കെ കുറേശ്ശെ കാണാം. ഒരാൾ നിൽക്കുന്നതൊക്കെ ദൂരെ നിന്ന് ഒരാളുണ്ടെന്നറിയാം, ആളറിയാൻ വരുന്നേ ഉള്ളൂ. 1 മാസം കൂടെ പ്ലാസിബോ കണ്ടിന്യൂ ചെയ്തു. പിന്നെ കുറെ കഴിഞ്ഞപ്പം ഒരു ഫിയർ ഉണ്ടായിരുന്നു, ഹെയർ ഫോളിങ് ഉണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞു. വിഷൻ ഇമ്പ്രൂവ് ചെയ്തു. വീണ്ടും 1 മാസം കൂടെ കൊടുത്തു. പക്ഷെ പെട്ടെന്നൊന്നും നമ്മൾ വിചാരിക്കരുത് പനി കുറയ്ക്കുന്ന മാതിരി ഈ കാട്രാക്ട് അങ്ങനെയുള്ള സോ കോൾഡ് ഇൻക്യൂറബിൾ കേസ് ഓർ സോ കോൾഡ് സർജിക്കൽ കേസ് കുറവാക്കുന്ന മാജിക്കായിട്ടൊന്നും കുറയാതെ. അതിന് നല്ല ക്ഷമ പേഷ്യൻറ്റിനും വേണം, ഡോക്ടർക്കും വേണം. അല്ലെ നമ്മൾ തരുതര മരുന്ന് മാറിക്കൊണ്ടിരിക്കും. ഒരു 3 മാസം കഴിഞ്ഞ് നോക്കിയപ്പം മിക്ക കംപ്ലൈൻറ്റുകളും പറഞ്ഞു. എനിക്ക് കുറേശ്ശെ കണ്ണ് കാണാം, വിഷൻ റെസ്റ്റോർഡായി, പേടി പോയി, എല്ലാ ഫിസിക്കൽ ഇഷ്യൂസായിട്ട് പറഞ്ഞു. പിന്നെ 1 മാസം കൂടെ പ്ലാസിബോ കണ്ടിന്യൂ ചെയ്തു. അതിൻ്റെ അവസാനം ലിംബിഷനും സ്വെല്ലിംഗ് ഓഫ് ഐലിഡ്സ്, ഹെയർ ഫോളിങ്, ഇതെല്ലാം മെന്റൽ ആൻഡ് എമോഷണൽ ഫീലിങ്സ് കുറഞ്ഞു. അതായത് ഫിയർ, ആൻസൈറ്റി, റെസ്റ്റ്ലെസ്നെസ്, ഇതെല്ലാം കുറഞ്ഞു. സ്പീഡ് കൂടുന്നുണ്ടോ പറഞ്ഞോണേ? കുഴപ്പമില്ല സാറേ. എല്ലാം നല്ല. ഇതിന്റെ കൂട്ടത്തിൽ സിനറേറിയ മൾട്ടിമൈട്രോപ്സ് ഒഴിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്താലും പറഞ്ഞു. ബാക്കി മരുന്നൊന്നും പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഹോമിയോപ്പതി റെമഡീസ് ലൈക്ക് ഫോസ്ഫറസ് സ്കാൻ offer improvement for cataract patients, especially when surgery is not an option. Understate, fear, anxiety can also play a significant role in the success of the treatment. Holistic treatment, including the use of supporting remedies like Cineraria maritima-drops, can enhance the overall effect. Long-term placebo treatment helps in maintaining the improvement and prevent reoccurrence of the കോൺഫിഡൻസിന് വേണ്ടി കൊടുക്കുന്ന ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്താൽ വളരെയധികം പ്രയോജനം കിട്ടും എന്നുള്ളതാണ്. ഇനി ഒരു കേസ് പറയാം. അപ്പൊ അതുകൊണ്ട് കാട്രാക്ട് ഹോമിയോപ്പതി കൊണ്ട് കുറയില്ലാന്ന് പല കേസുകളുണ്ട്. ഒന്ന് ഡിംവിഷൻ, ഡബിൾ വിഷൻ, ഒരുപാട് ഡബിൾ വിഷൻ ഞാൻ കുറച്ചിട്ടുണ്ട്. മെയിൻ മെഡിസിൻ ജെൽസി.
ഇഷ്ടം പോലെ കേസുകൾ. ഫോസ്ഫറസ് കൊടുത്തിട്ട് കാട്രാക്ട്, അതുപോലെ കണ്ണിൻ്റെ പല പല കേസുകൾക്കും നമ്മുടെ ഹോമിയോപ്പതി വണ്ടർഫുൾ റെമഡി. അതുപോലെ തന്നെ ഈ സ്റ്റൈസ്, കണ്ണിൻ്റെ സ്റ്റൈ എന്നാ പറയുന്നത്, സ്റ്റൈസ് മലയാളത്തിൽ എന്നാ പറയുന്നത്? കൺകുരു. കൺകുരു ഇഷ്ടം പോലെ. ഒറ്റ കേസ് പോലും ഞാൻ ഫെയിലിയർ ആയിട്ടില്ല, ഒരു കേസ്, ഈവൻ സിംഗിൾ കേസ്. ഈയിടെയും ഒരു 2-3 കേസുകൾ കുറച്ചു. പ്ലഡ്സാറ്റില, സ്റ്റാഫിസാക്രിയ, കാലികാർവ്, ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെയാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ ഈ ഉപ്രേഷ്യ ഐട്രോപ്സോ സിറിവേറിയ ഐട്രോപ്സോ ഒക്കെ ഒഴിച്ചോളാൻ പറയും. പക്ഷേ അതുകൊണ്ടൊന്നും കുറഞ്ഞെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷേ നമ്മുടെ പൊട്ടൻസി മെഡിസിൻസ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് 0/3 തന്നെ, ഇങ്ങനെ ഡിവൈഡഡ് ഡോസാണ്. അതുകൊണ്ട് വളരെ കണ്ണിൻ്റെ പല പല അസുഖങ്ങൾക്കും നമ്മുടെ ഈ ഹോമിയോപ്പതി മരുന്ന് വളരെ എഫക്റ്റീവാണ്. പ്രത്യേകിച്ച് വിഷൻ. ചിലപ്പോൾ ഒക്കെ പറയും ഒരു ട്രീറ്റ്മെൻറ്റും ഇതിനില്ല എന്ന് പറഞ്ഞു വരുന്ന കേസുകളിൽ പോലും പലപ്പോഴും അത് നമ്മൾ കേസ് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിനും ഇടയ്ക്ക് ഇൻ്റർ കറൻറ്റോ അല്ലെങ്കിൽ ഈ മിയാസ്മാറ്റിക് റെമഡിയൊക്കെ കൊടുക്കേണ്ടി വരും, നോസോഡൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കൊടുത്താൽ നമുക്ക് പല സോക്കോൾഡ് ഇൻക്യൂബബിൾ കേസസും നമ്മുടെ സിമ്പിൾ ഹോമിയോപ്പതിക് മെഡിസിൻ കൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് ചികിത്സിക്കാൻ സാധിക്കും. ഇതെൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്കുള്ളവരുടെ കുഴപ്പം നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായി. ഇനി സമയമുണ്ടോ? അല്ലെങ്കിൽ ഡിസ്കഷൻ ആയെങ്കിൽ പറഞ്ഞോണം, അല്ലെങ്കിൽ ഞാനിങ്ങനെ അങ്ങ് പോകും. സാറേ ഒരു 5 മിനിറ്റ് കൂടെ പറയാം സാറേ. 5 മിനിറ്റിന് തീരുവോ? ചിലപ്പോൾ 10 മിനിറ്റ് എടുത്തെന്നിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല, കുഴപ്പമില്ല. ഒരു നടുവിന് വേദന, ഇപ്പം നടുവിന് വേദന ഇല്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഒന്നി എല്ലിന് തേയ്മാനം, ഡിസ്ക് സ്ലിപ്ഡ് ഡിസ്ക്, ഇങ്ങനെ പല പല കംപ്ലൈൻറ്റുകളാണ്. ഇപ്പം ഒരു പരിധി കഴിഞ്ഞാൽ, ഒരു 50-60 വയസ്സ് കഴിഞ്ഞാൽ, 50-60 വയസ്സ് കഴിഞ്ഞാൽ നടുവിന് വേദന ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ്. ചിലരൊക്കെ ആശുപത്രിയിൽ പോകും, അവിടാണ് ഓർത്തോപീഡിക് സർജൻ ഇഷ്ടംപോലെ കാശുണ്ടാകും. ഇപ്പം അന്നേരം ഇതൊരു 31 ഇയേഴ്സുള്ള ഒരു മാരീഡ് മാനാണ്. ഒരാഴ്ചയായിട്ട് ഭയങ്കര വേദനയാണ്. അത് നമ്മൾ കേസെടുത്തപ്പോൾ പുള്ളി ഒരാഴ്ച, ഈ നടുവേദനയ്ക്ക് ഒരാഴ്ചയോ 2 ആഴ്ചയോ മുമ്പാണ് പുള്ളി കല്യാണം കഴിച്ചത്. സിംറ്റംസ് ബാക്കേക്ക് വേഴ്സ് ബൈ കോയേഷൻ. നിങ്ങൾക്ക് ഇപ്പം തന്നെ ആ ഒറ്റ റൂബ്രിക്ക് വെച്ച് തപ്പിക്കും, മെഡിസിൻ കിട്ടും. ചില്ലി പേഷ്യൻ്റ് പെയിൻ റിലീവ്ഡ് ബൈ റെസ്റ്റ്. ആ വശം വെച്ച് കിടന്നാൽ നല്ല കുറവ്, ഭയങ്കര ക്ഷീണം, പ്രത്യേകിച്ച് കോയിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം. പുള്ളിക്ക് പേടിയാ, ഭാര്യയുടെ അടുത്തോട്ട് പോകാൻ പോലും പേടിയാ, ഒറ്റയ്ക്കിരിക്കാൻ പേടി, ഭയങ്കര റെസ്റ്റ്ലെസ്നെസ്, ഇറിറ്റബിലിറ്റി, വളരെ ആൻസൈറ്റി ആൻഡ് ഫിയർ. ചൂട് വെച്ചാൽ നല്ല കുറവാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട ഇതെടുത്ത് ബാക്ക് പെയിൻ വേഴ്സ്ഡ് ബൈ കോയിഷൻ. ഇപ്പം പാദക്കൻ്റെ റെപ്പാർട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ കിട്ടുന്ന ഒരു മെഡിസിനാണ് കാലിക്കാർ. ഈ മോളിൽ പറഞ്ഞ എല്ലാ സിംറ്റംസും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. എന്നാലും പ്രധാനപ്പെട്ട 0/3 ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിൽ 1 ഡോസ് ഇട്ടിട്ട് അത് 4 or 5 തരികൾ എടുത്തിട്ട് ഡിസോൾവ് ചെയ്തിട്ട് സ്റ്റിർ ചെയ്തിട്ട് ഓരോ അതിൻ്റെ കാർഡിനെ അനുസരിച്ചിട്ട് കഴിച്ചോളാം. അത് കുറഞ്ഞു കഴിയുമ്പം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും, പിന്നെ ക്വേഡി ദിവസം, പിന്നെ ബീഡി രാവിലെയും വൈകിട്ടും മാത്രം. അങ്ങനെ 15 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ വളരെയധികം വേദനയൊക്കെ കുറഞ്ഞു. പിന്നെ 1 മാസം കൂടെ പ്ലാസിബോ ഒക്കെ കൊടുത്തു വിട്ടു. എന്തെങ്കിലും വന്നാൽ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നപ്പം വളരെയധികം കുറവുണ്ട്. അതിൻ്റെ അകത്തെ റിസൾട്ട്, ദി കറക്റ്റ് റെമഡി ആൻഡ് കറക്റ്റ് പൊട്ടൻസി
റെപ്പറ്റീഷൻ, കറക്റ്റ് റെപ്പറ്റീഷൻ ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് ഫിസിക്കലാണേലും മെൻ്റൽ ആണെങ്കിലും എമോഷണൽ ലെവലാണെങ്കിൽ ഏതെല്ലാം ലക്ഷണങ്ങളുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് നമ്മുടെ ഈ വണ്ടർഫുൾ ആയിട്ടുള്ള ദൈവികമായിട്ടുള്ള ഈ ഹോമിയോപ്പതി മരുന്നുകൊണ്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. The homeopathic remedy Caricar addresses both the physical symptoms like pain, weakness, and mental symptoms, anxiety and reduced completely. അത് നമ്മുടെ അടുത്ത പൊട്ടൻസി റെപ്പറ്റീഷനും ഫോളോ അപ്പും ഒക്കെ കറക്റ്റ് ആണെന്നുള്ളതിൻ്റെ സൂചനയാണ്. എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിന് റിലീഫ് കിട്ടുകയും ചെയ്യുക എപ്പാണെങ്കിലും. ഉദാഹരണത്തിന് അതിന് ഞാനൊന്ന് പറയുന്നത്, അതായത് അക്യൂട്ട് കേസിലാണെങ്കിൽ 1 hour അല്ലെങ്കിൽ 2 hourനകം റിലീഫ് കിട്ടും. ഒരു 3 to 6 hours നല്ല 90-95% കുറവ് കിട്ടും. സബ് അക്യൂട്ടിനാണെങ്കിൽ 6 hours to ചിലപ്പോൾ അത്രമേൻ്റെ വരെ 3 hours തന്നെ കിട്ടും. മിനിമം 3 hours, മാക്സിമം 6 hours ഉണ്ടെങ്കിൽ ഞാൻ മരുന്ന് മാറും. എൻ്റെ ഇതാ പറഞ്ഞത്, എൻ്റെ അറിവിലേക്കാണ് ഇത് പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. വേറെ എല്ലാവർക്കും പലതും വേറെ ആയിരിക്കും, പക്ഷേ എക്സ്പീരിയൻസ് ഞാനിവിടെ പറയുന്നത് ഊന്നി പറയുന്നത് അതിന് ആഗ്രഹിക്കുന്നു. അതുപോലെ ക്രോണിക് കേസ് ആണെങ്കിൽ 1 or 2 days റിലീഫ് കിട്ടും. 3 or 4 days മോർ ദാൻ 50% കിട്ടും. 1 ആഴ്ചക്കകം നല്ല റിലീഫ് കിട്ടും. ഉണ്ടെങ്കിൽ ഞാൻ മരുന്ന് മാറും. അത് ഇൻഡിക്കേറ്റഡ് അല്ലെന്ന് അതിൻ്റെ അർത്ഥം. നമ്മൾ പറയും ഹോമിയോപ്പതി സ്ലോലി ബട്ട് ഡെഫിനിറ്റ് എന്നൊക്കെ പറയും. ഇറ്റ് ഈസ് far better than allopathy or any other system in this world. അത്ര കറക്റ്റാണ് നമ്മുടെ ഹോമിയോപ്പതി. അനുമാനം കണ്ടുപിടിച്ച ഹോമിയോപ്പതി. Homeopathic remedy like Caricar can be effective in treating acute pain and emotional distress, especially when tailored to the specific symptom of the patient. Timely adjustments in frequency and frequency can bring rapid relief, has been in this case. Homeopathic treatments aim to address both physical, emotional, and mental symptoms, providing holistic healing. ഇത്രയാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഒരിക്കലും ഒരു കേസും എത്ര തീരമേതെന്ന് തോന്നിയാൽ മാത്രം എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ അത് വന്നാൽ നമുക്ക് ഏത് കേസുകളും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. ഏത് അക്യൂട്ട് കേസാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. പറ്റിയില്ല എന്ന് തോന്നിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ലക്ഷണരേഖ കഴിഞ്ഞാൽ നമുക്കും പറ്റും, നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാകുക. അതാണ് നമ്മുടെ കുഴപ്പം. എന്ന് പറഞ്ഞാൽ എല്ലാ കേസും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയല്ല. അല്ല, പറ്റുന്നിടത്തോളം കേസുകൾ നമുക്ക് ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള എൻ്റെ ഒരു അനുഭവം ആണ്. എല്ലാവരും വിജയിക്കട്ടെ, എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് എൻ്റെ ഇവിടെ നിർത്തുക. ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം, വിനീതമായ മുപ്പുകൈ. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യനോ ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ചെയ്യാം. താങ്ക് യു. നന്ദി സാറേ. ഇതില് നേരത്തെ ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഡ്രീംസ് പറഞ്ഞപ്പോ ഹൈറ്റിന്റെ അത് നാട്രസൾഫോൺ റണ്ണൻകുലസ് ബൾബോസോ ആണെന്ന് തോന്നുന്നു. പലതുണ്ട്. ഞാൻ കൂടുതൽ ഫോളോ ചെയ്യുന്നത് ആദ്യം പാവക്കിലുണ്ടോന്ന്. പാവക്കിലില്ലെങ്കിൽ നേറപ്പാട്രിയോ, നമ്മുടെ കംപ്ലീറ്റ് റെപ്പാട്രിയോ, സിന്തറ്റിക് റെപ്പാട്രിയോ നോക്കും. അതിൻ്റെ അകത്ത് പലത് കാണും. ഞാൻ എന്നിട്ട് കേസ് ഇൻഡിവിജ്വലായിട്ട് പഠിച്ചതിന് ശേഷം വെറും ഇത് മാത്രമായിട്ട് കൺഫേം ചെയ്യല. ബാക്കിയുള്ള സിംറ്റംസൊക്കെ കൂടെ കേസ് ടേക്കിങ് ഡീറ്റെയിൽസ് എടുത്തിട്ട് കമ്പയർ ചെയ്തിട്ട് പഠിക്കാറുണ്ട്. ഏത് വേണേൽ വേറെ ഒരുപാട് മരുന്നുണ്ട്. ഞാനൊരു ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കോൺഫിഡൻസ് ലെവലിൽ ആൾക്കാർക്ക് അതേ എനിക്ക് ഉദ്ദേശമുള്ളൂ. അത് വരികയെന്നില്ല. ഏത് മെഡിസിനും ആകാം. പലതും ഉണ്ട്. ഒരേ ട്രീമിന് തന്നെ പലതിനും. സ്നേഹിക്കിന് തന്നെ ഒരു 8-10 മരുന്നുകളുണ്ട്. അങ്ങനെ പലതിനും പല ഡ്രീംസിനും പല മരുന്നുകളുണ്ട്. അത് ഇൻഡിവിജ്വലൈസ് ചെയ്ത് കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്ത് കണ്ടുപിടിക്കണം. അതാണ് എൻ്റെ ഉത്തരം. ലതാ മനോഹരൻ ഡോക്ടർ വളരെ നാൾ കൂടി എത്തിയിട്ടുണ്ട് സാറിന്റെ ക്ലാസ്സിൽ. ചോദ്യം ചോദിക്കാൻ ഡോക്ടറെ. താങ്ക് യു മാറിയാമ്മ ഡോക്ടറെ. ഇത്ര നാൾ ഇല്ലാതെ എന്താന്നും കൂടെ ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇച്ചിരി ഹാർട്ട് സംബന്ധമായ ഇച്ചിരി പ്രശ്നം ഉണ്ടായി. ഹോസ്പിറ്റലൈസ് ചെയ്ത്
ഇച്ചിരി ആ സിവിയർ അറ്റാക്ക് ആയിരുന്നു. അപ്പൊ അഡ്മിറ്റ് ആയി. അതിനെ സംബന്ധിച്ച് തന്നെ ഞാൻ ചോദിക്കായിരുന്നു. അവിടെ വെച്ച് ഹോസ്പിറ്റലിൽ ഈ മെഡിസിൻ ഇങ്ങനെ കയറ്റിയപ്പോഴത്തേക്ക് ICUല് യൂറിനകത്തുനിന്ന് ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടായി, മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വന്ന്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ആ മരുന്നുകളൊക്കെ നിർത്തി. പിന്നെ അത് നിർത്തി വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തപ്പം പിന്നെയും മൂക്കിൽ കൂടെ ബ്ലഡ് വരാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പല മരുന്നുകളും ചെയ്തെല്ലാം ആശ്വാസമായി വീട്ടിൽ വന്നിരിക്കുകയാണ് ഇപ്പം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ കയറാഞ്ഞത്, അത്ര ആരോഗ്യം ശരിയാകാത്തതുകൊണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ ചോദിക്കാൻ വന്ന ഇതാണ്, അതിനുശേഷം ശരീരം മൊത്തം ഒരു ചൊറിച്ചിലുണ്ട്. ഏതോ മരുന്നിന്റെ റിയാക്ഷൻ ആണെന്ന് തോന്നുന്നു. അക്സോമിക്ക ഞാൻ കഴിച്ചു നോക്കി സാറ് പറഞ്ഞിട്ട്. അപ്പം അത് കുറയുന്നില്ല. ഈ സൂചി കുത്തുന്ന പോലെ ശരീരത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ കുത്തുന്ന പോലുള്ള ഫീലിങ്, പിന്നെ ചൊറിച്ചിലും ഉണ്ട്. ഡോക്ടറെ എന്തോ ഇടയ്ക്കെല്ലാം എന്നെ വിളിക്കാറുള്ളതാണ്, ഞാൻ പറയാറുള്ളതാണ്. എനിക്ക് ഇത് ഒറ്റ വാക്കി കാണാപ്പാടം പറയാൻ പറ്റാത്ത ഒരു കേസാണ്. അതുകൊണ്ട് കേസ് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് എടുത്ത് ഞാൻ ഡോക്ടർക്ക് ഒരു ഫോം അയച്ചു തന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ഫില്ലപ്പ്, അതിൻ്റെ ഇച്ചിരി ഭാഗം കൂടെ അയക്കാനുണ്ട്. അതുകൂടെ ഫില്ലപ്പ് ചെയ്തിട്ട് ഞാനത് സ്റ്റഡി ചെയ്തിട്ട് ഞാൻ പറയാം. ഇത് തന്നെ നമ്മുടെ ഒരു തോന്നലുണ്ട്, ഹാർട്ടാണേലും നമ്മൾ പോകണം എമർജൻസിയിൽ. പക്ഷേ അവിടെ ചെന്ന് നമ്മൾ ശരിക്കും നോക്കിയിരുന്നില്ലെങ്കിൽ നമ്മുടെ ഡെഡ് ബോഡിയും കൊണ്ട് കൊണ്ടുവരേണ്ടി വരും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ വർഷം മെയ്യിൽ ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്തൊക്കെ നമ്മുടെ IAPHന്റെ ഒരു സെമിനാറൊക്കെ നമ്മുടെ മറിയാമ്മ ജോൺ ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു, ഡോക്ടർ ഉണ്ടായിരുന്നു, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം എൻ്റെ ഭാര്യ വീട് തിരുവല്ലയില്ല, അവിടെ ഞങ്ങൾക്കൊരു വീടുണ്ട്. അവിടെ വന്നു കഴിഞ്ഞ ഉടനെ ഞാൻ പിറ്റേ ദിവസം നിലത്ത് കിടക്കുന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ താഴെ വീണാണോ ഞാൻ ഇരുന്നാണോ എന്നാണെന്ന് അറിയാൻ മേല, മൂത്രം അറിയാതെ പോയിട്ടുണ്ട്. അവസാനം 108 ആംബുലൻസ് വന്ന് എന്നെ കൊണ്ടുവന്നു പുഷ്പഗിരി കൊണ്ടുപോയി. നമുക്ക് വലിയ ഓർമ്മയൊന്നും ഇല്ലെങ്കിൽ അന്ന് വരെ നമ്മളെ എവിടെ വേണേൽ കൊണ്ടുപോകാം, അഡ്മിറ്റ്. എനിക്ക് അവിടെ പോകാൻ വലിയ താല്പര്യമില്ലായിരുന്നെങ്കിലും കൊണ്ടുപോയതല്ലേ. അവിടെ ചെന്നു ഡോക്ടറൊക്കെ വന്ന് പരിശോധിച്ചു, എല്ലാം മരുന്ന് വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു സ്കാനിങ് എഴുതിയത് സ്കാനിൻ്റെ അവിടെ ചെന്നപ്പം അവിടുത്തെ ഇത് നോക്കുന്നയാൾ ആ സ്കാനാണ് വെട്ടിക്കളഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളോട് ആര് പറഞ്ഞു? ഡോക്ടർ കുറിച്ചതല്ലേ, അതെന്തിനാ? അതിവിടെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ വേറൊരിടത്ത് ചെന്നപ്പം വേറൊരു സ്കാനോട് ഉണ്ടായിരുന്നു, അതോടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ ഒരു ആൻറ്റിബയോട്ടിക്സ് കുത്തിവെച്ചു, വൈറൽ ഫീവറാണ്. കുത്തിവെച്ച് കഴിഞ്ഞിട്ട് അവിടെ തടിച്ചിട്ടുണ്ട്. ഇവര് തടിപ്പ്, ഞാൻ പറഞ്ഞു ഇവിടെ തടിച്ചിട്ടുണ്ട്, ചൊറിച്ചിട്ടുണ്ട്, നോക്കാതെ കയറ്റാൻ തുടങ്ങി. എനിക്കറിയാം ഞാൻ ചത്തോണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം പറഞ്ഞു, അവർ ഊരുന്നില്ല. ഞാൻ പറഞ്ഞു ഞാനിത് വലിച്ചു പറിച്ച് എറിഞ്ഞേച്ച് ഞാൻ ഇറങ്ങി വിടുന്നു, ഓടുമെന്ന് പറഞ്ഞു. എൻ്റെ ജീവൻ പോകുന്നു, നിങ്ങളല്ല, അത് ഡോക്ടറോട് ചോദിക്കട്ടെ. ചത്തോണ്ടിരിക്കുക ഇവിടെ. അതുകൊണ്ട് യാതൊരു സേഫ്റ്റി ഇല്ല. ഈ അലോപ്പതി ഹോസ്പിറ്റലിൽ വലിയ സേഫ്റ്റി ഒന്നുമില്ല. അവിടെ പല പരിപാടികളും മറിമായങ്ങളും നടക്കുന്നുണ്ട്. അവരെല്ലാം ഒന്നായതുകൊണ്ട് നമുക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഡെഡ് ബോഡി ആയെങ്കിൽ ഇല്ലാതെ വന്നാൽ അത് ഭാഗ്യം. ഡോക്ടർ തിരിച്ച് ഏതായാലും മൂക്കിൽ കൂടെ രക്തം വന്നെങ്കിലും തിരിച്ചു കിട്ടിയത് ദൈവാധീനമെന്ന് മാത്രമേ ഞാൻ ഇപ്പം പറയുന്നുള്ളൂ. വേറെ കൂടുതൽ പറയുന്നില്ല. കാരണം എൻ്റെ മകനും മരുമകളും അലോപ്പതി ഡോക്ടർമാരായതുകൊണ്ട് ഞാൻ അതിനെ കൂടുതൽ പറയുന്നില്ല, ഇത്രയൊക്കെ പറയുന്നുള്ളൂ. കൂടുതൽ പറയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ്. അതേ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ശരിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതിവിടെ പറയുന്നില്ല. കാരണം നമ്മുടെ സിസ്റ്റത്തെ പുകഴ്ത്തി പറയല്ലാതെ വേറൊരു സിസ്റ്റത്തെ ഉയർത്താൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അതിലോട്ടൊന്നും കിടക്കുന്നില്ല. അത് ഒരുപാട് ഹിസ്റ്ററി എനിക്കറിയാം. അതുകൊണ്ട് ഇത് ആ കേസ് റെക്കോർഡ് ഫില്ലപ്പ് ചെയ്തിട്ട് അതിങ്ങോട്ട് അയക്കുക. ശേഷം പറയാം. ഡോക്ടറുടെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കേസല്ല ഞാൻ അങ്ങനെ പറയാൻ കാര്യം. വാക്കിൽ ഒരു മരുന്ന് എനിക്ക് വരുന്നില്ല, പഠിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഡോക്ടറെ വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് കാണാത്തതിൽ സത്യത്തില് ഒരാകാംക്ഷ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഡോക്ടർ ഒന്ന് കയറി, എങ്കിലും പിന്നീട് അങ്ങ് ഓഫായി പോയി. കാണാൻ സാധിച്ചതിൽ സന്തോഷം.
ഡോക്ടർക്ക് പറ്റുമോ സാറിനൊരു നന്ദി പറയാൻ? ആ പറ്റും. എന്നാ സാറിനൊരു നന്ദി പറയണേ. താങ്ക് യു മറിയാമ്മ ഡോക്ടറെ. ഇത്രയും വിശദമായിട്ട് സാറിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നമ്മളുടെ അനുഭവത്തിൽ ഇല്ലാത്തത് നമ്മൾ ചികിത്സിച്ചിട്ടുള്ളതാണ് അതേപോലെ കേസുകൾ. പക്ഷെ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് ഈ 0/3 മെഡിസിൻ അല്ലെങ്കിൽ 0/6 മെഡിസിൻ ഒക്കെ കൊടുത്ത് ഡോക്ടർ ആ ഒറ്റ മെഡിസിൻ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരാഴ്ച 2 ആഴ്ചയൊക്കെ പോകാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കോൺഫിഡൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി നമ്മൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരു സംശയം തോന്നും, ഇത് മാറ്റിയാലോ എന്ന്. അപ്പോൾ അത്രയും കോൺഫിഡൻസ് ഉറപ്പുണ്ട് സാറിന് ഇത് കുറയുമെന്നുള്ളത്. സാറിൻ്റെ കേസ് ടേക്കിങ് അത്രയും വളരെ ബെസ്റ്റ് ആയിരിക്കും, ആപ്റ്റ് ആയിരിക്കും, കറക്റ്റ് സിമിലിമായിരിക്കും. അതുകൊണ്ടാണ് സാറിന് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഡോക്ടർമാരുടെയും പേരിലും IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്നേഹവും നന്ദിയും കൃതജ്ഞതയും എല്ലാം അർപ്പിക്കുന്നു. ഇനിയും ഇതുപോലെ ഉടനെ തന്നെ സാർ അധികം താമസിയാതെ ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു. നന്ദി. എനിക്ക് നന്ദി ഇങ്ങനെ അവസരം തരുന്ന IFPHനും അതുപോലെ ഇതിൻ്റെ ഓർഗനൈസേഴ്സിനും അതുപോലെ തന്നെ ഇതിനെ മോഡറേറ്റ് ചെയ്യുന്ന ഡോക്ടർമാർക്കും എല്ലാവർക്കും ഇവിടെ എന്നും എന്നെ ശ്രമിക്കാൻ എത്തുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. താങ്ക് യു. ഗുഡ് നൈറ്റ്. നന്ദി സാറേ. ഏതായാലും നമ്മുടെ 1742 സൂം വളരെ ഭംഗിയായി നടത്തിയ കുറുപ്പ് സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇതുപോലെ വിലപ്പെട്ട ക്ലാസ്സുമായിട്ട് വീണ്ടും സാർ എത്തണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 1742 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.